നമസ്കാരം, ഞാൻ ഡോക്ടർ ശ്രീ പാർവതി. കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇട്ടിരുന്നു. 40 വയസ്സ് കഴിഞ്ഞ സ്ത്രീകൾ സ്ഥിരമായിട്ട് ഉൾപ്പെടുത്തേണ്ട ന്യൂട്രിയൻസ് എന്തൊക്കെയാണ് എന്നുള്ളത്. അത് പ്രധാനമായിട്ടും കാൽഷ്യം, വൈറ്റമിൻ ഡി, മാഗ്നീഷ്യം, അയൺ, വൈറ്റമിൻ B12, ഫൈബർ ഇവയൊക്കെയായിരുന്നു. ഒമേഗ 3 ഫാറ്റി ആസിഡ്സ് ഇവയൊക്കെയായിരുന്നു. അപ്പോൾ ഏതൊക്കെ ഭക്ഷണത്തിലൂടെ ഇത് ലഭ്യമാക്കാം എന്ന് ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് നോക്കാം. കാൽസ്യം പ്രധാനമായിട്ടും എല്ലുകളുടെയും പല്ലുകളുടെയും മസിൽസിന്റെയും ആരോഗ്യത്തിന് വളരെ പ്രധാനമാണ്. അതുപോലെ നെർവ് കണ്ടക്ഷൻ പ്രോപ്പറായിട്ട് നടക്കാൻ, നാഡികളുടെ പ്രവർത്തനം ശരിയായിട്ട് നടക്കാൻ കാൽസ്യം വേണം. ബ്ലഡ് സർക്കുലേഷൻ മെച്ചപ്പെടുത്താൻ കാൽസ്യം ഇമ്പോർട്ടൻ്റ് ആണ്. ഹോർമോൺസിന്റെ ശരിയായിട്ടുള്ള പ്രവർത്തനത്തിന് കാൽസ്യം ഇമ്പോർട്ടൻ്റ് ആണ്. ശരീരത്തിലെ പല എൻസൈംസിന്റെ പ്രോപ്പറായിട്ടുള്ള ഫംഗ്ഷൻ നടക്കണമെങ്കിലും കാൽസ്യം ഇമ്പോർട്ടൻ്റ് ആണ്. കാൽഷ്യം ധാരാളമായിട്ട് അടങ്ങിയ ഭക്ഷണത്തിൽ പെടുന്നതാണ് ചീസ്, എള്ള്, റാഗി, പാല്, ചിയാ സീഡ്, സെലറി, തൈര്, മത്തി, സാൽമൺ ഫിഷ്, പയറുവർഗ്ഗങ്ങൾ, ബീൻസ്, ആൽമണ്ട്സ്, ചീര, മുരിങ്ങയില, ഫിഗ്, മില്ലറ്റ്സ്, ഓറഞ്ച്, പപ്പായ, ബ്രൊക്കോളി, സോയാബീൻ, ഹേസൽനട്ട്. ഇങ്ങനെ ശരീരത്തിൽ കാൽഷ്യം നന്നായിട്ട് അബ്സോർബ് ചെയ്യാൻ അതിൻ്റെ കൂടെ വേണ്ടതാണ് മാഗ്നീഷ്യവും വൈറ്റമിൻ ഡിയും. അപ്പോൾ വൈറ്റമിൻ ഡി അടങ്ങിയ ഭക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. വൈറ്റമിൻ ഡി എല്ലുകളുടെയും പല്ലുകളുടെയും ആരോഗ്യത്തിന്, മസിൽസിന്റെ സ്ട്രെങ്തൻ ചെയ്യാനും, നമ്മുടെ എനർജി ലെവൽ വർദ്ധിപ്പിക്കാനും, ക്ഷീണം അകറ്റാനും, ഇമ്മ്യൂൺ സിസ്റ്റം അല്ലെങ്കിൽ രോഗപ്രതിരോധ ശേഷി മെച്ചപ്പെടുത്താനും, ബ്രെയിനിന്റെ ആരോഗ്യത്തിനും, വിഷാദ രോഗം ഒക്കെ അകറ്റാനും, ബ്ലഡ് ഗ്ലൂക്കോസ് ലെവല് കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാനും എല്ലാത്തിനും വൈറ്റമിൻ ഡി വളരെ പ്രധാനമാണ്. വൈറ്റമിൻ ഡി കുറഞ്ഞു കഴിഞ്ഞാൽ മൂഡ് സ്വിങ്സ് വരാം, മുടികൊഴിച്ചിൽ വരാം, എല്ലുകൾക്ക് ഒക്കെ തേയ്മാനം പോലെ വരാം. പല്ലുകളുടെ ആരോഗ്യത്തിനും കണ്ണിന്റെ ആരോഗ്യത്തിനും എല്ലാത്തിനും വൈറ്റമിൻ ഡി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ വൈറ്റമിൻ ഡി കുറഞ്ഞു കഴിഞ്ഞാൽ വിശപ്പ് കുറയാം, വെയിറ്റ് ലോസ് സംഭവിക്കാം, മസിൽ വീക്ക്നെസ് വരാം, ബോൺ ഡെൻസിറ്റി കുറയാം, ഇങ്ങനെ പല പ്രശ്നങ്ങളും കണ്ടുവരാറ്. അതുപോലെ രാവിലത്തെയും വൈകിട്ടത്തെയും ഇളം വെയിൽ കൊള്ളുന്നത് വൈറ്റമിൻ ഡി നമ്മുടെ ശരീരത്തിലേക്ക് ലഭ്യമാക്കാൻ സഹായിക്കും. ഭക്ഷണത്തിലൂടെ ലഭ്യമാക്കാൻ മഷ്റൂമിൽ ധാരാളമായിട്ട് വൈറ്റമിൻ ഡി അടങ്ങിയിട്ടുണ്ട്. അതുപോലെ അയല, മത്തി, ചൂര, മുട്ടയുടെ മഞ്ഞ, തൈര്, പാല്, ചീസ്, ബ്രൗൺ റൈസ്, സൺഫ്ലവർ സീഡ്സ്, ആൽമണ്ട്സ്, ക്യാരറ്റ്, ബ്രൊക്കോളി, പയറുവർഗ്ഗങ്ങൾ, സോയാബീൻ, ഓട്സ്, ഓറഞ്ച്, ഓയിസ്റ്റർ, മുഴുധാന്യങ്ങൾ ഇവയിലെല്ലാം തന്നെ വൈറ്റമിൻ ഡി ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട്. മറ്റൊന്നാണ് മാഗ്നീഷ്യം. എൻസൈംസിന്റെ പ്രവർത്തനം പ്രോപ്പറായിട്ട് നടക്കാനും, DNA സിന്തസിസിനും, പ്രോട്ടീൻ സിന്തസിസിനും, മസിൽസിന്റെ പ്രവർത്തനം ശരിയായിട്ട് നടത്താനും, നാഡികളുടെ പ്രവർത്തനം പ്രോപ്പറായിട്ട് നടക്കാനും എല്ലാത്തിനും മാഗ്നീഷ്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മാഗ്നീഷ്യം കുറഞ്ഞു കഴിഞ്ഞാൽ മസിൽ ക്രാംസ് ഒക്കെ പെട്ടെന്ന് വരാം. അതുപോലെ ഓർമ്മക്കുറവ്, ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വരാനുള്ള ചാൻസ് കൂടുതലാണ്. അതുപോലെ മാഗ്നീഷ്യം കുറഞ്ഞു കഴിഞ്ഞാൽ അമിതമായിട്ട് ക്ഷീണം വരുന്നതായിട്ട് കാണാറുണ്ട്, BP കൂടാറുണ്ട്. അതുകൊണ്ട് തന്നെ മാഗ്നീഷ്യം നമ്മുടെ ശരീരത്തിന് വളരെ പ്രധാനമാണ്. BP റെഗുലേറ്റ് ചെയ്യാനും, എനർജി ഉൽപാദനത്തിനും, അതുപോലെ നമ്മുടെ ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ കൺട്രോൾ ചെയ്ത് നിർത്താനും എല്ലാം മാഗ്നീഷ്യം ഇമ്പോർട്ടൻ്റ് ആണ്. മാഗ്നീഷ്യം അടങ്ങിയ ഭക്ഷണങ്ങളിൽ പെടുന്നതാണ് വീറ്റ് ഗ്രാസ് അല്ലെങ്കിൽ മുളപ്പിച്ച ഗോതമ്പ്, ഓട്സ്, മുഴുധാന്യങ്ങൾ, നട്ട്സ്, ചീര, സോയാബീൻ, നിലക്കടല, അവക്കാഡോ, പഴം, പംകിൻ സീഡ്, ആൽമണ്ട്സ്, കാഷ്യൂനട്ട്, തൈര്, കിഡ്നി ബീൻസ്, ഉണക്കമുന്തിരി, ബ്രൊക്കോളി, ക്യാരറ്റ്, ആപ്പിൾ, പിസ്ത, ഫിഗ്, അയല, ചിയാ സീഡ്, കോക്കനട്ട് മിൽക്ക്, ബ്രസിൽ നട്ട്, വെണ്ടയ്ക്ക, ഫ്ലാക്സ് സീഡ്, ശതാവരി, ബീറ്റ്റൂട്ട്, എള്ള്, മില്ലറ്റ്സ്, ബ്രൗൺ റൈസ്, തിന, ഡേറ്റ്സ്, ഡാർക്ക് ചോക്ലേറ്റ് എന്നിവ. മറ്റൊന്നാണ് ഒമേഗ 3 ഫാറ്റി ആസിഡ്സ്. ഒമേഗ 3 ഫാറ്റി ആസിഡ്സ് എന്ന് പറയുമ്പോൾ ഹെൽത്തി ആയിട്ടുള്ള ഫാറ്റ് ആണ്. ഇത് ഹൃദയത്തിന്റെ സംരക്ഷണത്തിനും ഹൃദയത്തിന്റെ മൊത്തത്തിലുള്ള ഒരു ആരോഗ്യത്തിന് വളരെ പ്രധാനമാണ്. ബ്രെയിനിന്റെ മൊത്തത്തിലുള്ള പ്രവർത്തനം ശരിയായിട്ട് നടക്കാനും, ഓർമ്മശക്തി വർദ്ധിപ്പിക്കാനും, കോഗ്നിറ്റീവ് ഫങ്ഷൻസ് എല്ലാം കറക്റ്റായിട്ട് നടക്കാനും, രോഗപ്രതിരോധ ശേഷി മെച്ചപ്പെടുത്താനും, ട്രൈഗ്ലിസറൈഡ്സ് കുറയ്ക്കാനും, പല ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് മൂലമുണ്ടാവുന്ന ലക്ഷണങ്ങൾ ഒരു പരിധിവരെ കൺട്രോൾ ചെയ്യാനും, എനർജി ഉൽപാദനത്തിനും എല്ലാം തന്നെ ഒമേഗ 3 ഫാറ്റി ആസിഡ്സ് ഇമ്പോർട്ടൻ്റ് ആണ്. ഒമേഗ 3 ഫാറ്റി ആസിഡ്സ് ധാരാളമായിട്ട് അടങ്ങിയിരിക്കുന്ന ഒന്നാണ് മത്സ്യ വിഭവങ്ങളെല്ലാം തന്നെ. അതുപോലെ ഫ്ലാക്സ് സീഡ്സ്, വാൾനട്ട്, പിന്നെ ഫാറ്റി ഫിഷ്, മുട്ട, നെയ്യ്, ഓയിസ്റ്റർ, ചെമ്മീൻ, ചിയാ സീഡ് ഇവയിലൊക്കെ ഒമേഗ 3 ഫാറ്റി ആസിഡ്സ് കൂടുതലായിട്ട് അടങ്ങിയിട്ടുണ്ട്. മറ്റൊന്നാണ് വൈറ്റമിൻ B12, കൊബാലമീൻ എന്നും ഇത് അറിയപ്പെടാറുണ്ട്.
വൈറ്റമിൻ B12 കുറഞ്ഞു കഴിഞ്ഞാൽ തളർച്ച, ക്ഷീണം, അനീമിയയുടെ പ്രശ്നം, കിതപ്പ്, ഹൃദയമിടിപ്പ് കൂടുക, ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ കണ്ടുവരാറുണ്ട്. അതുപോലെ ശരീരത്തിൽ ചുവന്ന രക്താണുക്കളുടെ ഉൽപാദനത്തിന്, അതായത് റെഡ് ബ്ലഡ് സെൽ കൗണ്ട് വർദ്ധിപ്പിക്കാനും വൈറ്റമിൻ B12 അത്യാവശ്യമാണ്. വൈറ്റമിൻ B12 കുറഞ്ഞു കഴിഞ്ഞാൽ ഓർമ്മക്കുറവ് വരാനുള്ള ചാൻസ് കൂടുതലാണ്. മെന്റൽ കൺഫ്യൂഷൻ ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. പെട്ടെന്ന് ഇറിറ്റേഷൻ, മൂഡ് സ്വിങ്സ്, ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ കണ്ടുവരാറുണ്ട്. അതുപോലെ DNA സിന്തസിസിനും പ്രോട്ടീൻ മെറ്റബോളിസത്തിനും ഒക്കെ വൈറ്റമിൻ B12 പ്രധാനമാണ്. വൈറ്റമിൻ B12 അടങ്ങിയ ഭക്ഷണങ്ങളിൽ പെടുന്നതാണ് മുഴുധാന്യങ്ങൾ, മില്ലറ്റ്സ്, ഓട്സ്, പയറുവർഗ്ഗങ്ങൾ, മുട്ട, ബീൻസ്, നട്ട്സ്, സോയാബീൻ, പംകിൻ സീഡ്, ഫ്ലാക്സ് സീഡ്, ചിയ സീഡ്, സൺഫ്ലവർ സീഡ്സ്, ഫിഷ്, മഷ്റൂം, പനീർ, ചിക്കൻ, ഇവയിലൊക്കെ വൈറ്റമിൻ B12 ആവശ്യത്തിന് അടങ്ങിയിട്ടുണ്ട്. മറ്റൊന്നാണ് അയൺ. ഹീമോഗ്ലോബിന്റെ ഉൽപാദനത്തിനും ബ്ലഡ് സർക്കുലേഷൻ പ്രോപ്പറായിട്ട് നടക്കാനും ശരീരത്തിലുടനീളം ഓക്സിജൻ സപ്ലൈ പ്രോപ്പറായിട്ട് നടക്കാനും എല്ലാം അയൺ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അയൺ കുറഞ്ഞു കഴിഞ്ഞാൽ അനീമിയ പോലുള്ള പ്രശ്നങ്ങൾ വരാം. തളർച്ച, വിളർച്ച, കിതപ്പ്, ഹാർട്ട് ബീറ്റ് കൂടുക, ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ കണ്ടുവരാറുണ്ട്. അതുപോലെ നഖത്തിനും സ്കിന്നിനും ഒക്കെ ഒരു പെയിൽ കളർ വരിക, നഖത്തിന്റെ അറ്റം പൊട്ടിപ്പോവുക, കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാവുക, പെട്ടെന്ന് മൂഡ് വേരിയേഷൻസ് വരിക, തലകറക്കം വരിക, തലവേദന, ഫോക്കസ് ചെയ്യാനായിട്ടും കോൺസെൻട്രേറ്റ് ചെയ്യാനും ഒക്കെ ഉള്ള ഒരു ബുദ്ധിമുട്ട്, ഒട്ടും തണുപ്പ് സഹിക്കാൻ പറ്റാത്ത ഒരവസ്ഥ, ഇങ്ങനെയുള്ള ലക്ഷണങ്ങളാണ് അയൺ കുറഞ്ഞു കഴിഞ്ഞാൽ കൂടുതലായിട്ടും വരുന്നത്. ഒരുപാട് അളവിൽ അയൺ കുറയുമ്പോൾ അനീമിയ പോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാം. അയൺ ധാരാളമായിട്ട് അടങ്ങിയ ഭക്ഷണങ്ങളിൽ പെടുന്നതാണ് എള്ള്, അതുപോലെ ഡേറ്റ്സ്, ഉണക്കമുന്തിരി, മിൽക്ക്, ഫിഷ്, ആൽമണ്ട്സ്, മുട്ട, ചിക്കൻ, ചീസ്, റാഗി, മുരിങ്ങയില, ബ്രൊക്കോളി, ഓറഞ്ച്, പേരയ്ക്ക, അവക്കാഡോ, ഡ്രൈഡ് ഫ്രൂട്ട്സ് എല്ലാം തന്നെ നല്ലതാണ്. സീഡ്സ്, അതായത് പംകിൻ സീഡ്സ്, ചിയ സീഡ്, ഫ്ലാക്സ് സീഡ്, സൺഫ്ലവർ സീഡ്, ബീൻസ്, കടല, ബീട്രൂട്ട്, തക്കാളി, ബ്രൗൺ റൈസ്, പ്രൂൺസ്, സ്ട്രോബെറി, സോയാബീൻ, ആപ്രിക്കോട്ട്, കിഡ്നി ബീൻ, ഗ്രീൻ പീസ്, ഇവയിലെല്ലാം അയൺ ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട്. മറ്റൊന്നാണ് ഫൈബർ റിച്ച് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുക എന്നത്. ബവൽ മൊമെന്റ്സ് കറക്റ്റായിട്ട് നടക്കാൻ ഫൈബർ ധാരാളം അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കുന്നത് നല്ലതാണ്. മാത്രമല്ല ഹൃദയത്തിന്റെ ആരോഗ്യത്തിനും നല്ലതാണ്. ടോക്സിൻസ് പെട്ടെന്ന് ശരീരത്തിൽ നിന്ന് പുറന്തള്ളാൻ ഫൈബർ റിച്ച് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുന്നത് കൊണ്ട് സാധിക്കും. മെറ്റബോളിസം കറക്റ്റായിട്ട് നടക്കാനും എനർജി ലെവൽ മെയിൻറ്റെയിൻ ചെയ്യാനും വിശപ്പ് കുറയ്ക്കാനും ന്യൂട്രിയൻസ് പെട്ടെന്ന് ശരീരത്തിലേക്ക് അബ്സോർബ് ചെയ്യാനും എല്ലാം ഫൈബർ അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കുന്നത് നല്ലതാണ്. ബ്ലഡ് ഷുഗർ ലെവൽ മെയിൻറ്റെയിൻ ചെയ്യാനും ബോഡി വെയിറ്റ് കൺട്രോൾ ചെയ്യാനും എല്ലാം തന്നെ ഫൈബർ റിച്ച് അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കുന്നത് നല്ലതാണ്. ഫൈബർ ധാരാളം അടങ്ങിയ ഭക്ഷണത്തിൽ പെടുന്നതാണ് വാഴക്കൂമ്പ്, വാഴപ്പഴം, കടല, ചെറുപയർ, മുതിര, ചോളം, സോയാബീന്, ചീര, ക്യാബേജ്, മുരിങ്ങയ്ക്ക, വഴുതനങ്ങ, മാതളം, പേരയ്ക്ക, എള്ള്, ചെറിയ ജീരകം, അവക്കാഡോ, ബ്രൊക്കോളി, റാസ്ബെറി, നട്ട്സ്, സീഡ്സ്, ആപ്പിള്, ബ്ലാക്ക്ബെറി, ഓട്സ്, കിഡ്നി ബീൻസ്, തിന, ആൽമണ്ട്, ചിയ സീഡ്സ്, മധുരക്കിഴങ്ങ്, എല്ലാവിധ പഴങ്ങളും പച്ചക്കറികളും ഉൾപ്പെടുത്തുന്നത് നല്ലതാണ്. ഇതിലെല്ലാം തന്നെ ധാരാളമായിട്ട് ഫൈബർ കണ്ടന്റ് അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ കാൽഷ്യം, വൈറ്റമിൻ ഡി, വൈറ്റമിൻ B12, അയൺ, മാഗ്നീഷ്യം, ഫൈബർ, ഒമേഗ 3 ഫാറ്റി ആസിഡ്സ്, ഇവയൊക്കെ നമ്മൾ ദിവസേന ഭക്ഷണത്തിലൂടെ ഉൾപ്പെടുത്തുന്നത് മൊത്തത്തിലുള്ള ആരോഗ്യത്തിന് വളരെയധികം നല്ലതാണ്. അപ്പോൾ ഇവയൊക്കെ അടങ്ങിയ ഭക്ഷണങ്ങൾ ഏതൊക്കെയാണെന്ന് എല്ലാവർക്കും ഈ ഒരു വീഡിയോയിലൂടെ മനസ്സിലാകും എന്ന് പ്രതീക്ഷിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി വരുന്നതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.